മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വാർത്താ സമ്മേളനം നടത്തും. രാവിലെ 11 മണിക്കാണ് വാർത്താ സമ്മേളനം. വയനാട് മെമ്മോറാണ്ടം സംബന്ധിച്ച വ്യാജ വാർത്ത, ADGP MR അജിത് കുമാർ വിഷയം, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നിവയിൽ മുഖ്യമന്ത്രി സർക്കാർ നിലപാട് വ്യക്തമാക്കും. ഇതിന്റെ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ഷീജ ചേരുന്നുണ്ട്. ഷീജ, ഗുഡ് മോർണിംഗ്. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ഇന്ന് 11 മണിക്കാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇതിൽ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വിഷയങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന കൂടുതൽ വിവരങ്ങൾ എന്താണ്? ഈ വാർത്താ സമ്മേളനവുമായി ബന്ധപ്പെട്ട അതിൻ്റെ കാര്യക്രമവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ എന്താണ് പുറത്തു വരുന്നത്? ഗുഡ് മോർണിംഗ് പ്രിയ. ഏതായാലും രാവിലെ 11 മണിക്കാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാർത്താ സമ്മേളനം തീരുമാനിച്ചിട്ടുള്ളത്. ഇതിൽ കൃത്യമായ രീതിയിൽ തന്നെ നിരവധി വിഷയങ്ങളുണ്ട്. മുഖ്യമന്ത്രി പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് പുറമെ ഈ വിഷയങ്ങളെല്ലാം തന്നെ സജീവമായി വാർത്താ സമ്മേളനത്തിൽ ഉയർന്നു വരും എന്നുള്ളതിൽ സംശയമില്ല. പ്രത്യേകിച്ചും വയനാടുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ വയനാട് മെമ്മോറാണ്ടം, അതായത് സർക്കാർ കേന്ദ്രത്തിന് നൽകിയ മെമ്മോറാണ്ടം സംബന്ധിച്ച് വ്യാജ വാർത്ത വലിയ തോതിൽ ഒരു വിഭാഗം മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരുന്നു. ഇത് വലിയ തോതിൽ സംസ്ഥാനത്ത് ഈ വയനാടിന് ലഭിക്കേണ്ട ദുരിതാശ്വാസത്തിന് തിരിച്ചടിയാകുന്ന തരത്തിലായിരുന്നു ഈ വാർത്തകൾ എന്നുള്ളത് ഇതിനകം തന്നെ ചർച്ചയായ വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിലുള്ള സർക്കാരിൻ്റെ നിലപാട്, അതിൽ മുഖ്യമന്ത്രിയുടെ ഒരു പ്രതികരണം ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാകും എന്നുള്ളതിൽ സംശയമില്ല. അതിനൊപ്പം തന്നെയാണ് ADGP MR അജിത് കുമാർ വിഷയം. കാരണം MR അജിത് കുമാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ കൃത്യമായ രീതിയിൽ നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടമാണ്. കാരണം ആദ്യഘട്ടത്തിൽ തന്നെ PV അൻവർ ADGP MR അജിത് കുമാറിനെതിരെ ആരോപണം ഉന്നയിച്ചപ്പോൾ തന്നെ ഇതിൽ ഒരു അന്വേഷണം പ്രഖ്യാപിക്കാൻ സർക്കാരിന് സാധിച്ചു. സർക്കാർ മുഖ്യമന്ത്രി ഒരു പൊതുവേദിയിലാണ് ഇത് സംബന്ധിച്ചുള്ള ഒരു അന്വേഷണം പ്രഖ്യാപിക്കുന്നത്. MR അജിത് കുമാർ ഇരിക്കുന്ന വേദിയിൽ വെച്ചാണ് MR അജിത് കുമാറിനെതിരായിട്ടുള്ള അന്വേഷണം പ്രഖ്യാപിക്കുന്നത്. അതിനുശേഷമാണ് PV അൻവർ മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകുന്നത് പോലും. അതിനുശേഷം ഈ ഒരു അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ്. പ്രത്യേക അന്വേഷണ സംഘം PV അൻവർ നൽകിയിട്ടുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ MR അജിത് കുമാറിൽ നിന്നും മൊഴിയെടുത്തിട്ടുണ്ട്. അതിനൊപ്പം തന്നെ PV അൻവറിൽ നിന്നും മൊഴിയെടുത്തിട്ടുണ്ട്. ആ രീതിയിൽ ഒരു ഭാഗത്ത് SITയുടെ അന്വേഷണം പുരോഗമിക്കുന്ന ഘട്ടത്തിലാണ്. കഴിഞ്ഞ ദിവസം ADGP MR അജിത് കുമാറിനും മുൻ മലപ്പുറം SP ആയിരുന്ന നിലവിൽ സസ്പെൻഷനിലുള്ള സുജിത് ദാസിനെതിരായിട്ടുള്ള പരാതിയിൽ ഉള്ള വിജിലൻസ് അന്വേഷണം ആരംഭിക്കുന്നതും ഇപ്പോൾ നിലവിൽ വിജിലൻസ് അന്വേഷണം ആരംഭിച്ച് പുരോഗമിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ കൃത്യമായ രീതിയിൽ സർക്കാർ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇനി ഏത് രീതിയിലായിരിക്കും ഇതിൽ ഉള്ള തുടർ നടപടികൾ എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിലും മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കുന്നതായിരിക്കും. അതിനു പുറമെയുള്ള വിഷയം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള കാര്യമാണ്. നമുക്കറിയാം, ഇതിനെതിരെ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധമാണ് കേരളം അറിയിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ചും ഇടതുപക്ഷം കൃത്യമായ രീതിയിൽ ഇതിനെ എതിർക്കുന്നു എന്നുള്ള കാര്യം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അത് രാംനാഥ് കമ്മിറ്റിക്ക് മുമ്പാകെയും ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ കേരളം ഏത് രീതിയിൽ ഈ വിഷയത്തെ സമീപിച്ച് തുടർ നടപടികളുമായി മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിലും സർക്കാർ നിലപാട് ഏത് രീതിയിലാണ് എന്നുള്ള കാര്യവും മുഖ്യമന്ത്രി വിശദമാക്കുന്നതായിരിക്കും. ഇതെല്ലാം സ്വാഭാവികമായി നിരവധി ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകരുടെ ഭാഗത്ത് നിന്നും ഉയർന്നു വരും. ഇതിനെല്ലാം കൃത്യമായ രീതിയിൽ മുഖ്യമന്ത്രിയുടെ മറുപടി ഇന്നുണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പ്രിയ ഷിജ, ഈ പറഞ്ഞ കാര്യങ്ങൾ പ്രധാനമായിട്ട് നമുക്കറിയാം, അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ചില മാധ്യമങ്ങളും പ്രതിപക്ഷവും ഒക്കെ സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഈ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഇന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തുമ്പോൾ ഈ മണിക്കൂറുകളിലും ഈ നിമിഷങ്ങളിലും അതുമായി ബന്ധപ്പെട്ട് പോലും വ്യാജ വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. തെറ്റായ രീതിയിൽ ജനങ്ങളിലേക്ക് വാർത്തകൾ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ആരോപണങ്ങൾക്കൊക്കെയും കൃത്യമായ ഒരു മറുപടി എന്നതിനേക്കാൾ ഉപരി ഒരു വ്യക്തത, കാരണം സർക്കാർ നടപടികളാണ്, അത് മുൻപോട്ട് പോകേണ്ടത് ആ രീതിയിൽ തന്നെ കൃത്യതയോടെയാണ്. അതുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെയും ഇത്രത്തോളം വിശദമായി പറയാൻ മുഖ്യമന്ത്രി ഇന്ന് എത്തുന്നത് എന്ന് തന്നെയാണ് നമ്മളൊക്കെയും കാത്തിരിക്കുന്നത്. ഈ ആരോപണങ്ങൾക്കൊക്കെയും വ്യക്തമായ രീതിയിലുള്ള ഒരു മറുപടി അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലേ? തീർച്ചയായും പ്രിയ, അതിൽ ഒരു തരത്തിലുള്ള സംശയമില്ല. കാരണം വയനാടുമായി ബന്ധപ്പെട്ട് വയനാടല്ല, ഇപ്പോൾ ഏത് ദുരന്തമുണ്ടായാലും എങ്ങനെയാണ് ഒരു മെമ്മോറണ്ടം ഒരു സംസ്ഥാനം കേന്ദ്രത്തിന് നൽകുന്നത്, അതിനു വേണ്ടി ഏത് രീതിയിലാണ് തയ്യാറാക്കുന്നത് എന്നത് സംബന്ധിച്ച് കൃത്യമായ ധാരണ എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഇവിടെ ആ മെമ്മോറണ്ടത്തെ രാഷ്ട്രീയപരമായി ഉപയോഗിക്കാനുള്ള ഒരു നീക്കമാണ് പ്രതിപക്ഷത്ത് നിന്നും ഉണ്ടായത്. കാരണം ഇതിനു മുൻപ് തന്നെ നമുക്കറിയാം, പുറ്റിങ്ങൽ ദുരന്തമുണ്ടായപ്പോഴൊക്കെ UDF സർക്കാരിൻ്റെ കാലത്ത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് നൽകിയിട്ടുള്ള
മെമ്മോറാണ്ടവും ഈ പ്രകാരം തന്നെയായിരുന്നു. അതിൽ തെറ്റില്ല. കാരണം ഒരു ദുരന്തമുണ്ടാകുമ്പോൾ അതിൻ്റെ ആദ്യഘട്ടത്തിലാണ് ഈ ഒരു മെമ്മോറാണ്ടം സമർപ്പിക്കുന്നത്. അതൊരു എസ്റ്റിമേറ്റ് ആണ്. അതുകൊണ്ട് ആ മെമ്മോറാണ്ടം സമർപ്പിക്കുന്നത് ഈ രീതിയിൽ തന്നെയാണ് എന്നുള്ളത് പ്രതിപക്ഷത്തിന് അറിയാം. പക്ഷേ മാധ്യമങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന ഈ ഒരു വിഷയം അതിനെ രാഷ്ട്രീയപരമായി മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളൊരു നിലപാടാണ് പ്രതിപക്ഷം സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ ഈ വിഷയം കൃത്യമായ രീതിയിൽ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറയും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അതുമായി ബന്ധപ്പെട്ട് ഏത് രീതിയിലാണ് സർക്കാർ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. കാരണം വലിയ തോതിൽ ഇതൊരു സംസ്ഥാനത്ത് ഈ ഒരു മെമ്മോറാണ്ടം നൽകുന്നതുമായി ഭിന്നതയുണ്ട് എന്ന തരത്തിലൊക്കെ വ്യാഖ്യാനങ്ങൾ വരുന്നു. അപ്പോൾ അത് സംസ്ഥാനത്തിന് ലഭിക്കേണ്ട സഹായത്തിനെ അടക്കം സാരമായി ബാധിക്കുന്നുണ്ട് എന്നുള്ളൊരു പൊതു വിലയിരുത്തലാണ് സർക്കാരിനുള്ളത്. അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ മുഖ്യമന്ത്രി വിശദീകരിക്കുമെന്നുള്ളതിൽ സംശയമില്ല. പ്രിയ. ശരി ഷീജ, എന്തായാലും ഇന്ന് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം 11 മണിക്കാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ എന്താണ് പ്രധാനമായും ചർച്ച ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി പറയാൻ പോകുന്ന വിഷയങ്ങൾ എന്നതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ഷീജ പറഞ്ഞത്.